റെഡി? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴ ഇക്കിഴി റിയാക്ഷൻ ആണ്. ഐ ആം ഗെയിം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. കാണാം. എവിടെ എവിടെ കണ്ണാടിയും എടുത്തു വെച്ചോ, എന്നിട്ട് നോക്ക്. എവിടെ എവിടെ ഒലക്കന്റെ മൂട് 6 മണിക്ക് കത്തിക്കുന്ന പറഞ്ഞ ഇതിപ്പോ കത്തി ഞങ്ങൾ കത്തി എടുത്തിട്ടുണ്ടല്ലോ. ഇത് കൂത്താണ്ട് തരും. പറ്റിക്കുക. എപ്പ ഇരിക്കാൻ തുടങ്ങിയതാ? 7:15. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് 7:15 അതായത് 7 മണിക്ക് വരും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണ്ടെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചെയ്യിപ്പിച്ച് 8 മണി കഴിയുന്ന 8 മണി കഴിഞ്ഞിട്ട് വരും. അപ്പൊ പിന്നെ ടൈം ഉണ്ടല്ലോ, വെറുതെ ബോറടിക്കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാലോ. അതാണ് നമുക്ക് കുറ്റങ്ങൾ പറയാം, അതാണ് ഏറ്റവും രസം. അതായത് ആക്ച്വലി ഇവര് 6 മണിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തായിരുന്നു? ടെക്നിക്കൽ ഗ്ലിച്ച്, മൈനർ ടെക്നിക്കൽ ഗ്ലിച്ച്. ടെക്നിക്കൽ ഗ്ലിച്ച് ഒക്കെ വരും. ഇത് കണ്ടപ്പോ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ, ഇന്ന് 28-ാം തീയതിയാണ് നമ്മുടെ ദുൽഖറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾറെഡി കുറച്ച് അപ്ഡേറ്റ്സുകളൊക്കെ ആൾറെഡി വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് മറ്റേ നമ്മുടെ ആകാശം ലോകത്താര സിനിമയുടെ സോങ് വന്നിട്ടുണ്ട്. ഗംഭീര സോങ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ സമയം കൊടുക്കണല്ലോ. ഒരു 2 മണിക്കൂറേ ആകുമ്പോഴേക്കും അതും ഏറ്റവും ഹൈപ്പുള്ള സിനിമയുടെ ട്രെയിലർ കറക്കി വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് മുങ്ങിപ്പോവും. അതാണ്, അത് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചതാണോ? അതെ. അപ്പൊ അതിനൊന്ന് ടെക്നിക്കലി ഒന്ന് കളിച്ചതാണോ? അതാണോ ഈ ടെക്നിക്കൽ ഗ്ലിച്ച്? അതാണോ ഗ്ലിച്ച്? അങ്ങനെയൊക്കെ ചിലര് സംശയിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടത്. നമ്മൾ അറിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പറയാം. എ മൈനർ ടെക്നിക്കൽ ഗ്ലിച്ച് പുഷ് ദ കാർഡ്സ് ബാക്ക്. ചീട്ടുകളിയാണ്. ചീട്ടുകളിന്റെ അടിയിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ഒരു കാർഡ് എടുത്ത് പിറകോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്. ബട്ട് യു വോണ്ട് വാണ്ട് ടു ഫോൾഡ് ഓൺ ദിസ് വൺ. സ്റ്റേ ട്യൂൺഡ്. ഡ്രോപ്പിംഗ് ഓൺ യൂട്യൂബ് വെരി സൂൺ. നമ്മൾ ഈ ഒരു വെരി സൂണിലാണ് കാത്തിരുന്നത്. അതും വെരി സൂണാണ്. എന്തായാലും 8 മണിക്ക് ശേഷം വരും എന്നുള്ളതാണ് കേട്ടത്. 8 മണിക്ക് ശേഷം വരും എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അതെ, അറിഞ്ഞൂടാ, ഇനി അതും പറയാൻ പറ്റൂല. അതിപ്പോ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ് കേട്ടതുപോലെ തന്നെയാണ് 8 മണിക്ക് ശേഷം എന്നുള്ളത്. ഇതെങ്ങനെ എപ്പോഴാന്നൊന്നും പറയാൻ പറ്റൂലേ വരുന്നത്. അതെ അതെ അതെ. എന്താണെങ്കിലും സന്തോഷം. അറിഞ്ഞത് അതായത് നമ്മള് ഇങ്ങനെയുള്ള ചില ഔട്ടുകൾ ഇറക്കിയതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ശേഷം ഇത് ഇവര് കാണും. അപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ചില സമയങ്ങളിൽ ഒരു ബ്ലാക്ക് കയറി വരും. ചില സമയങ്ങളിൽ കളറിന്റെ ചില പ്രശ്നങ്ങൾ വരും. ഗ്രേഡിങ്ങിൽ ചില പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഈ ഗ്രേഡിങ്ങിന്റെ പ്രശ്നത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടു. അപ്പൊ അത് ക്ലിയർ ചെയ്തിട്ടേ വരുള്ളൂ. അതാണ് അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ടൈം എടുക്കൂലേ. അതാണ് 8 മണി. അപ്പൊ 2 മണിക്കൂർ എന്തായാലും കറക്റ്റാ. 8 മണി നോക്കാം. 8 മണിക്ക് ശേഷമേ വരുള്ളൂ. 8 മണിക്ക് വരുന്നല്ല, 8 മണിക്ക് ശേഷമേ വരൂ. അതാണ്. ഓക്കെ, കാത്തിരിക്കാൻ എന്തായാലും. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ശരിക്കും ഡിക്ക് ഒരു തെലുങ്കനായി മാറിയിരിക്കുന്നു. തെലുങ്ക് മൂവീസാണ് ഇമാരി പരിപാടി കാണിക്കുക. തെലുങ്കന്മാർക്ക് 5 മണി പറഞ്ഞാൽ 10 മണിക്കൊക്കെ നോക്കിയാൽ മതി രാത്രി. അതാണ് അവർ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഒരു സ്വഭാവമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയാ. വേറെ വിറ്റുണ്ട്. ഇവര് ഈ പോസ്റ്റ് ഇട്ടതിന് താഴെ കുറച്ച് കമന്റ്സ് ഉണ്ട്. വേഫർ ഇട്ടെ അതൊന്ന് എന്താ ഫുൾ കോമഡി ഉണ്ട്. മ്യൂസിക് ഓഫ് ചെയ്തോ? ഇനിയിപ്പോ അതിനായിരിക്കും കിട്ടുന്നത്. ഇതിന് താഴെ കമന്റ് ഒന്നുണ്ട്. ഗെയിം സ്റ്റാർട്ടഡ്. മനസ്സിലായില്ലേ? അതായത് ആൾറെഡി ഇവര് ഗെയിം തുടങ്ങി കഴിഞ്ഞു. അതെ. അടുത്ത കമന്റ് ചീപ്പ് ഗെയിം. ഇത് ഗെയിം ആണെങ്കിൽ ഇതൊരു ചീപ്പ് ഗെയിമാണ്. ഓക്കെ, ടൈമെങ്കിലും പറയടേ, ചുമ്മാ റീഫ്രഷ് ചെയ്തോണ്ടിരിക്കാൻ വയ്യാന്ന്. സത്യം. അങ്ങനെ റീഫ്രഷ് അടിച്ച് ഇരിക്കണ്ട, വരുമ്പോ ഇനി കണ്ടാ മതി. ഇനി ടൈം ഒന്നും നോക്കണ്ട കേട്ടോ, വരും ചെലപ്പോ. തുടക്കം പിഴച്ചു. ലൈക്ക് CBI 5 ട്രെയിലർന്ന്. CBI 5 ട്രെയിലർ ഇതേപോലെ ആയിരുന്നു, ലേറ്റ് ആയിട്ടുണ്ടാവും. അതെ അതെ. ഇതിപ്പോ ഞാൻ ആദ്യം വായിച്ചപ്പോഴേ തുടക്കം പിഴച്ചു. തുടക്കത്തിനിപ്പോ റിലീസ് ഒന്നും ആയില്ലല്ലോ. ഓഗസ്റ്റ് 7 തുടക്കം. എങ്ങനെ നോക്കിയാലും സിനിമ പേരുകളുണ്ടല്ലോ.
പിന്നെയാണ് ലൈക്ക് CBI5 ട്രെയിലർ എന്ന് പറഞ്ഞതുപോലെ CBI5ന്റെ ട്രെയിലർ ലേറ്റ് ആയിരിക്കും. ലേറ്റ് ആണോ അതോ ലീക്ക് ആവലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? ഓർമ്മ കിട്ടുന്നില്ല. അല്ലല്ലേ, ഓക്കെ. ചീപ്പ് പ്രൊമോഷൻ ടാക്ടിക്സ്, അതൊരു പ്രൊമോഷൻ പരിപാടിയാണെങ്കിൽ അത് വളരെ മോശം. എജ്ജാതി വെറുപ്പിക്കൽ, കാർഡ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ നോക്കണ്ടേന്ന്. അതെ, എക്സ്പയർഡ് ആയ കാർഡാണോ നോക്കണ്ടേ? ഇത് പുതിയ കാർഡൊന്നും അല്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ? അതെ, കാർഡ് എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കണ്ടേ? വെയിറ്റിംഗ് ഐ ആം വെയിറ്റിംഗ്. അടുത്തത് വായിച്ചാടാ. വായിച്ചു. ഞാൻ വായിക്കൂല. അത് നിനക്കണത് തന്ത്രപൂർവ്വം വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വായിക്കാൻ നോക്കി എന്റെ കൈ കടയുന്ന ഒരു മിനിറ്റ്. ഇംഗ്ലീഷ് പറയേണ്ടി വരും. ആദ്യത്തത് മാത്രം ഇംഗ്ലീഷ് പറഞ്ഞോ. ഷിറ്റ് നേരം. ഷിറ്റാൻ നേരം ബാക്ക് അന്വേഷിച്ച് നടന്നു പോകേണ്ടത്. ബാക്ക് മീൻസ് അറിയാലോ. ഓ, പുറകല്ലേ? അതെ. ലല്ലു ലോഡാകാൻ തന്നെ കൊറേ സമയം എടുത്തു. അത് മറ്റേതാണല്ലോ യമന്റെ ലല്ലു വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വരും. മൂഡ് പോയിന്ന് കമന്റ്സ്. അവിടെ ഒരാള് മൂഡ് തപ്പുന്നു, ഇവിടെ ഒരാളെ മൂഡ് പോയി. ഏതായാലും ഞാൻ എത്ര സമയം കൊണ്ട് ഇതൊക്കെ ഈ ഹെയർ സ്റ്റൈല് ഞാനേ കഷ്ടപ്പെട്ടതിന് വേണ്ടി സെറ്റ് ചെയ്തതാ. നന്നായി. എന്തായാലും 1 മണിക്കൂർ കിട്ടിട്ടോ. എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാരും കാത്തിരിക്കുകയാണ്. പക്ഷെ അനൗൺസ്മെന്റ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ആദ്യമേ? നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ വേറൊരു സാധനം ഇതാണ് പറയുന്നത്. അപ്പിടാൻ നേരത്ത് മറ്റേത് അന്വേഷിച്ചു പോണത് ആള് കുറച്ചുകൂടി അതാണ് നേരത്തെ ആളുടെക്കാളും. ഞാൻ ചിന്തിച്ച സാധനം ഇത് തന്നെയാടാ. അതായത് ഇവരിപ്പോ 6 മണിക്ക് ഒരു സാധനം ഇറക്കും പറഞ്ഞ് ഇവര് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുമ്പോ ഇതിന്റെ നേരത്തെ, അതായത് ഒരു 1 മണിക്കൂർ മുന്നേ ഇവർക്ക് ഈ അപ്ലോഡ് ചെയ്തൊക്കെ നോക്കിയിട്ട് അപ്പം ടെക്നിക്കൽ ഗ്ലിച്ച് ഒക്കെ നോക്കിക്കൂടെ? അപ്പൊ നോക്കൂടെ? ഇത് ഈ 6 മണിക്ക് കൊണ്ട് ഇടാൻ നേരത്താണോ ഇവര് ഗ്ലിച്ച് നോക്കുന്നത്? അല്ല, ഇതൊരു ഗ്ലിച്ചൊക്കെ വരുമെന്നുള്ളത് അറിയാലോ. അപ്പൊ അതിന് മുൻപേ ഇതൊക്കെ സെറ്റ് ആക്കി അതിനുശേഷമാണുള്ളത് വിടുക. പിന്നല്ലാണ്ട് ഇതൊരുമാതിരി ആൾക്കാരെ, ഇത് പക്ക മറ്റു സാധനമാണ്. അതായത് ചീപ്പ് ഗെയിം. അതായത് ആ ഒരു സാധനം ഇറക്കിയിട്ട് അതിന് കുറച്ച് ടൈം കൊടുക്കണം. ഇപ്പൊ സോങ് വന്നില്ലേ, സോങ്ങിന് കുറച്ച് ടൈം കൊടുക്കണം. ഒരു 2-3 മണിക്കൂർ കിടക്കട്ടെ അവിടെ. പിന്നെ തെലുങ്കന്മാരുടെ കാത്തിരിപ്പ് ഇങ്ങനെ കൊടുത്ത് ഇപ്പൊ വരുമെന്നുള്ള പ്രതീക്ഷ കൊടുത്ത് പിന്നെ ലേറ്റ് ആക്കി എന്നിട്ട് വ്യൂസ് അങ്ങനത്തെ ഒരു ഊളത്തരം. ഇതല്ലെങ്കിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ ആൾക്കാര്. എത്രയോ ആൾക്കാർ അതിന് വേണ്ടി വരും. എന്റെ തന്നെ ജിമ്മ് പോയി, എന്ത് പരിപാടി. എനിക്ക് ഏറ്റവും വിഷമമുള്ള സാധനം വർക്കൗട്ട് മിസ് ആകുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റും. ചങ്ക് പൊട്ടിപ്പോയി. അതാണ് ഏറ്റവും വലിയ. അതെ. എന്തായാലും പോയി സാരല്ല, പോട്ടെ. പോട്ടെ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. 8 മണിക്ക് ശേഷം വരും, വിചാരിക്കാം. അത്രേ ഉള്ളൂ. ബൈ.